നമസ്കാരം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ. എല്ലാവരെയും ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഭഗവാൻ ഗുരുവായൂരപ്പന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം നോക്കാം. ഇന്ന് ഭഗവാൻ കൂർമാവതാര രൂപത്തിലാണ് ശ്രീരംഗത്ത് കടമ്പാലങ്കാരത്തിലുള്ളത്. ഉച്ചപൂജ കഴിഞ്ഞ് ഭഗവാന്റെ അലങ്കാരം ഇന്ന് കൂർമാവതാര രൂപത്തിലാണ്. അദ്ദേഹത്തിന്റെ അലങ്കാരത്തെ കുറിച്ചിട്ട് നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു വർണ്ണന നമുക്ക് കേട്ടു നോക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ശ്രീരംഗത്ത് ഇന്ന് കൂർമാവതാര രൂപത്തിൽ വിളങ്ങുന്ന ആ പൊന്നു ഭഗവാൻ ഗുരുവായൂരപ്പന്റെ രൂപം നിങ്ങളുടെ എല്ലാവരും മനസ്സിലുണ്ടാവട്ടെ. കണ്ണടച്ച് അദ്ദേഹത്തിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വർണ്ണന അദ്ദേഹത്തിന്റെ രൂപം നിങ്ങളുടെ മനസ്സിൽ തെളിയാൻ ഒരു വിളക്ക് കത്തിച്ചു വെച്ച പോലെ അദ്ദേഹത്തിന്റെ ആ രൂപം, ആ ചൈതന്യമുള്ള ആ രൂപം നിങ്ങളുടെ ഉള്ളിൽ തെളിയാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നാലാവും വിധം ഞാൻ ഈ ചെറിയ അലങ്കാര വർണ്ണന നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ, ഹരി ഓം തത്സത്. ഇന്ന് ഭഗവാൻ കൂർമാവതാര രൂപത്തിലാണ് ശ്രീരംഗത്ത് വിളങ്ങുന്നത്. അദ്ദേഹം കൈവളകളും തോൾവളകളും ചാർത്തിയിട്ടുണ്ട്. അരയില് ഒരു കുഞ്ഞിയ കിങ്ങിണിയുണ്ട്. കഴുത്തിൽ ഇന്നത്തെ മാലയ്ക്കും ഒരു പ്രത്യേകത ഉണ്ട്. മുല്ലപ്പൂവിന്റെ മുട്ടുകൊണ്ടാണ് അദ്ദേഹം ആ മാല ഇന്ന് അദ്ദേഹത്തിന് സമർപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 2 വളയം പോലുള്ള മാലകളും അണിഞ്ഞിട്ടുണ്ട് ഭഗവാൻ ഗുരുവായൂരപ്പനെന്ന്. ഗോപി തിലകം ചാർത്തിയിട്ടുണ്ട്. ഊർജ്ജ തിലകത്തോടു കൂടിയാണ് നമുക്ക് ഭഗവാന്റെ ആ രൂപം എപ്പോഴും സങ്കല്പിക്കാൻ സാധിക്കുക. ഭഗവാനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ട് ഭഗവാന്റെ മുഖം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുമ്പോഴേക്കും നമുക്ക് ആ ഗോപിക്കുറി തൊട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഭഗവാനെ നമുക്ക് മനസ്സിൽ കാണാൻ സാധിക്കാറുണ്ട്, ഇല്ലേ? അതുപോലെ തന്നെ അഭയമുദ്രയും വരദമുദ്രയായിട്ടാണ് അദ്ദേഹം ഇന്ന് ആ ശ്രീരംഗത്ത് തിളങ്ങുന്നത്. അതുപോലെ തന്നെ സ്വർണ്ണ കിരീടം അണിഞ്ഞിട്ടുണ്ട് ഭഗവാൻ ഗുരുവായൂരപ്പൻ. സ്വർണ്ണ കിരീടം, പൊന്നിൻ കിരീടം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ 2 തിരുമുടിമാലകൾ അണിഞ്ഞിരിക്കുന്നു ഭഗവാൻ. വെളുത്ത പൂവ് മാത്രമായിട്ട് ഒരു തിരുമുടിമാലയും തെച്ചിയും തുളസിയുമായിട്ട് മറ്റൊരു തിരുമുടിമാലയും അണിഞ്ഞിട്ടുണ്ട്. കഴുത്തിൽ 2 ഉണ്ടമാലകൾ ഉണ്ടെന്ന് ഗുരുവായൂരപ്പന്. താമരയും തുളസിയുമായിട്ട് ഒരു ഉണ്ടമാല, തെച്ചിയും തുളസിയുമായിട്ട് വേറെ ഒരു ഉണ്ടമാല. അപ്പോൾ ഈ വർണ്ണനയിൽ പറഞ്ഞതുപോലെ ശ്രീരംഗത്ത് വിളങ്ങുന്ന ഭഗവാൻ ഗുരുവായൂരപ്പന്റെ ആ സുന്ദര രൂപം മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ട് എല്ലാവരും നമ്മളോടൊപ്പം കൂടിയിട്ട് താരകമന്ത്രം ഒന്ന് ചൊല്ലിക്കോളൂ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവരെയും പൊന്നു ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ഉച്ചപൂജ അലങ്കാരത്തിൽ കണ്ട പോലെ ആ സുന്ദരനായിട്ടുള്ള ആ ബാലൻ കൂർമാവതാര രൂപത്തിൽ നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് ശ്രീരംഗത്തിരിക്കുകയാണ്. ഇന്ന് വന്നിട്ട് അദ്ദേഹത്തിന്റെ ദർശനം സാധ്യമായിട്ടുള്ള ഭക്തരെല്ലാം ഭാഗ്യവാന്മാർ. സാധിക്കാതെ അദ്ദേഹത്തിന്റെ ആ രൂപം മനസ്സിൽ സങ്കല്പിച്ചിട്ട്, ഈ അവതാര രൂപം മനസ്സിൽ സങ്കല്പിച്ചിട്ട് ഇന്നത്തെ ഭഗവാന്റെ ആ രൂപം നിങ്ങൾക്ക് മനസ്സിൽ മനക്കണ്ണുകൊണ്ട് കാണാനാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേറെ ഭാഗ്യവാന്മാർ. എല്ലാവരെയും ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ, ഹരി ഓം തത്സത്.